നമസ്കാരം, ഗ്രാമ്യ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിഞ്ഞനത്ത് വീട്ടമ്മ കുഴിമന്തി കഴിച്ച് വിഷബാധയേറ്റ് മരിച്ച സംഭവത്തിൽ ഹോട്ടൽ നടത്തിപ്പുകാർ അറസ്റ്റിലായി. തൃപ്രയാറിൽ സ്വകാര്യ ബസ് ഇടിച്ച് നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ താൽക്കാലിക കടയിലേക്ക് ഇടിച്ചുകയറി. സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ ശ്രദ്ധേയമായ ഇടപെടലാണ് ജനകീയ സംഗീതം നിർവഹിച്ചിട്ടുള്ളതെന്ന് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ. വാർത്തകൾ വിശദമായി. പെരിഞ്ഞനത്ത് ഹോട്ടലിൽ നിന്നും കുഴിമന്തി കഴിച്ചതിനെ തുടർന്ന് ഭക്ഷ്യവിഷബാധയേറ്റ് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ ഹോട്ടൽ നടത്തിപ്പുകാർ അറസ്റ്റിൽ. സെയിൻ ഹോട്ടൽ നടത്തിപ്പുകാരനായ കൈപ്പമംഗലം സ്വദേശി ചമ്മിണിയിൽ വീട്ടിൽ റഫീഖ്, കാട്ടൂർ പൊന്നനം സ്വദേശി ചിറക്കുഴി വീട്ടിൽ അസ്ഫീർ എന്നിവരെയാണ് കൈപ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ മെയ് 25-നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. പെരിഞ്ഞനം കുറ്റിലക്കടവ് രായമ്മരയ്ക്കാർ വീട്ടിൽ ഉസൈബയാണ് വിഷബാധയേറ്റ് മരിച്ചത്. 250ഓളം പേർക്കാണ് അന്ന് ഭക്ഷ്യവിഷബാധയേറ്റത്. സംഭവത്തിന് ശേഷം പോലീസും ആരോഗ്യ വിഭാഗവും ചേർന്ന് ഹോട്ടൽ അടപ്പിക്കുകയും നടത്തിപ്പുകാർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ച പ്രതികളോട് അന്വേഷണ ഉദ്യോഗസ്ഥർ മുൻപാകെ കീഴടങ്ങാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. ഇതുപ്രകാരം രണ്ടുപേരും കൈപ്പമംഗലം പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയ രണ്ടുപേരെയും കോടതി റിമാൻഡ് ചെയ്തു. തൃപ്രയാറിൽ സ്വകാര്യ ബസ് ഇടിച്ച് നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ ഉത്സവ കച്ചവട കടയിലേക്ക് ഇടിച്ചുകയറി. വ്യാഴാഴ്ച രാവിലെ 9ഓടെ തൃപ്രയാർ പോളി ജംഗ്ഷനിലായിരുന്നു അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തൃശൂരിൽ നിന്ന് തൃപ്രയാറിലേക്ക് വന്നിരുന്ന ബസ് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ നിന്ന് ടെമ്പിൾ റോഡിലേക്ക് കടന്ന കാറിലിടിക്കുകയായിരുന്നു. ചൂലൂർ സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത്. തൃപ്രയാർ ഏകാദശിയോടനുബന്ധിച്ചെത്തിയ കച്ചവട കടയിലേക്കാണ് കാർ ഇടിച്ചുകയറിയത്. കടയിലുണ്ടായിരുന്ന സാധനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി VK രാജു, വലപ്പാട് പോലീസ് എന്നിവർ സ്ഥലത്തെത്തി. സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ ശ്രദ്ധേയമായ ഇടപെടലാണ് എക്കാലത്തും ജനകീയ സംഗീതം നിർവഹിച്ചിട്ടുള്ളതെന്ന് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ. മതിലകം കളരിപ്പറമ്പിൽ ജനകീയ സംഗീത പ്രതിഭ ES സതീഷ് ബാബു അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയത്തിന്റെ മുന്നേറ്റത്തിന് വേണ്ടി കലയിലൂടെ രക്തസാക്ഷിത്വം വഹിച്ച എത്രയോ ആളുകൾ, സപ്തകശ്മീർക്കുള്ള ഇന്ത്യൻ സാഹചര്യത്തിലുള്ള വലിയ ആളുകൾ പോലെ തന്നെ കേരളത്തിൽ ഒരു കാലത്ത് കലയ്ക്ക് വേണ്ടി കലയിലൂടെ മനുഷ്യരെ ജാതിമതാതീതമായ ഐക്യത്തിലേക്ക് ഉണർത്താൻ വേണ്ടി നമ്മെ ഉണർത്തിയ പൂങ്കോഴികളെ പോലെ പാടി നടന്ന് മണ്ണറിഞ്ഞു പോയ അനേകം സാംസ്കാരിക രക്തസാക്ഷികളുണ്ട്. അതിലൊരാളായിട്ടാണ് പക്ഷെ കുറെ കാലം കൂടി ജീവിക്കേണ്ടിയിരുന്ന സുരേഷ് ബാബു തന്റെ ഈ ആരോഗ്യം പോലും പകവയ്ക്കാതെയുള്ള ഓട്ടത്തിനിടയിൽ വീണു. അടിസ്ഥാന വർഗം എക്കാലത്തും അവരുടെ തൊഴിലിടങ്ങളിൽ തൊഴിലിനൊപ്പം പാട്ടുമായി ചേരുമായിരുന്നു. അധ്വാനത്തെ അനായാസമാക്കാനും സാമൂഹിക വിശാലതയ്ക്കും പാട്ടെന്നും മനുഷ്യന് കൂട്ടായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സതീഷ് ബാബു അനുസ്മരണ സമിതി ചെയർമാൻ EG സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പ്രഥമ സതീഷ് ബാബു സ്മാരക പുരസ്കാരം ജനകീയ ഗായകൻ AV സതീഷിന് ആലങ്കോട് ലീലാകൃഷ്ണൻ സമ്മാനിച്ചു. നാടക പ്രവർത്തകൻ PK വാസുവിനെ MK പ്രേമാനന്ദൻ ആദരിച്ചു. നമിത സതീഷിന്റെ ഐ സീൻ നോവലിന്റെ ബ്രോഷർ E ജിനൻ പ്രകാശനം ചെയ്തു. UK സുരേഷ് കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സോമൻ താമരക്കുളം, MS ദിലീപ്, PJ നാസർ, PV സജിത, ശ്രീനിവാസൻ ഐനിപ്പുള്ളി, TS സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. സതീഷ് ബാബു അനുസ്മരണ സമിതിയും ആർട്സ് ഓഫ് കളരി പറമ്പും ഗ്രാമീണ വായനശാലയും സംയുക്തമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. സംഗീത നിശയും ഉണ്ടായിരുന്നു. നാട്ടികയിലെ അപകടത്തിൽ സ്വമേധയാ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ തൃശൂർ ജില്ലാ പോലീസ് മേധാവിക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. മനുഷ്യാവകാശ കമ്മീഷൻ അംഗം VK ബീനാകുമാരിയാണ് റൂറൽ SP-ക്ക് നിർദ്ദേശം നൽകിയത്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് തൃശൂർ നാട്ടികയിൽ റോഡിൽ ഉറങ്ങിക്കിടന്നിരുന്ന 5 പേർ തടിലോറി കയറിറങ്ങി കൊല്ലപ്പെട്ടത്. 3 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. അപകടത്തിന് പിന്നാലെ സംഭവസ്ഥലത്ത് പരിശോധന നടത്തിയ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. ഡ്രൈവറും ക്ലീനറും മദ്യലഹരിയിലായിരുന്നുവെന്നും
ലൈസൻസ് ഇല്ലാത്ത ക്ലീനർ അലക്സ് അശ്രദ്ധമായി വാഹനം ഓടിച്ചതാണ് അപകട കാരണം എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ലോറി ഡ്രൈവർ ജോസിന്റെ ലൈസൻസ് റദ്ദാക്കാൻ നടപടികൾ സ്വീകരിച്ചതായും വാഹനത്തിന്റെ പെർമിറ്റ് റദ്ദാക്കുന്നതിന് കണ്ണൂർ ജില്ലയിലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് നീക്കങ്ങൾ ആരംഭിച്ചതായും തൃപ്രയാർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അറിയിച്ചു. അതേസമയം അപകടമുണ്ടാക്കിയ ലോറിയുടെ ഡ്രൈവർ കണ്ണൂർ ആലങ്ങോട് സ്വദേശി ജോസ്, ക്ലീനർ അലക്സ് എന്നിവരെ കോടതിയിൽ ഹാജരാക്കി. മനഃപൂർവ്വമായ നരഹത്യ, മദ്യപിച്ച് അശ്രദ്ധമായി വാഹനം ഓടിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയ പ്രതികളെ കൊടുങ്ങല്ലൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കരുത് എന്ന ആവശ്യവുമായി തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. വലപ്പാട് മീൻചന്തയിൽ നടന്ന ധർണ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KR ഹരി ഉദ്ഘാടനം ചെയ്തു. KK ജിനേന്ദ്രബാബു, KM അബ്ദുൾ മജീദ്, ഷാനി ഉണ്ണികൃഷ്ണൻ, EK തോമസ്, EP അജയഘോഷ്, നസീമ ജബ്ബാർ എന്നിവർ സംസാരിച്ചു. കോതകുളത്ത് നിന്ന് മീൻചന്ത വരെ പ്രകടനം നടന്നു. ഇടവേള. Ashoka Hotel and Restaurant, Talikulam. Vegetarian and non-vegetarian restaurant. 5-star facility കൂടിയ സിംഗിൾ, ഡബിൾ ആൻഡ് സ്യൂട്ട് റൂംസ്. വിവാഹം, ജന്മദിനം തുടങ്ങി ആഘോഷങ്ങൾ ഏതുമാകട്ടെ, ആധുനിക ശബ്ദ വെളിച്ച സംവിധാനത്തോടു കൂടിയുള്ള മനോഹരമായ ഓഡിറ്റോറിയം 9ാമത്തെ നിലയിൽ ഒരുക്കിയിരിക്കുന്നു. പടിഞ്ഞാറ് അറബിക്കടലിന്റെയും കിഴക്ക് കനോലി കനാലിന്റെയും ഇടയിലായി പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിന്റെ വശ്യ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ആഘോഷവേളകൾ മനോഹരമാക്കാം. മിനി കോൺഫറൻസ് ഹാൾ, അതിവിശാലമായ പാർക്കിംഗ് സൗകര്യം. അശോക ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്, തളിക്കുളം. അറിഞ്ഞില്ലേ? ലാൽ ജ്വല്ലറി കാഞ്ഞാണിയിൽ BIS HUID ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മനോഹര ശേഖരം. ആന്റിക്, നഗാസ്, സിംഗപ്പൂർ, രാജ്കോട്ട് ആഭരണങ്ങളുടെ വെറൈറ്റി മോഡലുകൾ. പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില. പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കുവാൻ സഹായിക്കുന്നു. വേദനയില്ലാതെ കാതുകുത്തുന്നു. 26ാം വർഷത്തിലേക്ക് വിജയകരമായി എത്തിച്ച എല്ലാവർക്കും നന്ദി. ലാൽ ജ്വല്ലറി, ഗോൾഡ്, സിൽവർ ആൻഡ് ഡയമണ്ട്. ഫോൺ 26336114. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. പിണക്കം എന്താന്ന് എനിക്ക് മനസ്സിലായി. ഹാപ്പി ആനിവേഴ്സറി. അപ്പൊ മറന്നിട്ടില്ലേ? പിന്നല്ല. ഇത് മാത്രം പോരാ, വേറെ ഗിഫ്റ്റും കൂടി വേണം. അയ്യോ, സൂക്ഷിച്ച് നോക്കി കഴിക്ക്. മൂക്കുത്തിയോ? കൊള്ളാലോ. നീ സാരി ഉടുക്കുമ്പോ തിട്ടാ സെറ്റാ. അപ്പൊ ചുരിദാർ ഇടുമ്പോഴോ? അതിനല്ലേ ഇത്.
എന്നാ പിന്നെ ഡെയിലി മാറ്റി മാറ്റിയിട്ട് 5-6 മേടിച്ചൂടായിരുന്നോ? അതിനല്ലേ ഇത്. ദേ ചേട്ടൻ പിന്നെ നിങ്ങൾക്ക് എന്താ വല്ല ലോട്ടറി മേടിച്ചോ? ഡീ, നമ്മുടെ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ ഇപ്പൊ മൂക്കുത്തി ഫെസ്റ്റ് നടക്കുക. അവിടെ നല്ല കിടിലം മൂക്കുത്തി കളക്ഷൻസ് വന്നിട്ടുണ്ട്. ആ പിന്നെ ആന്റിക് ചെട്ടിനാട് ആഭരണങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. കല്യാണ പാർട്ടികൾക്ക് 10% അഡ്വാൻസ് നൽകിക്കൊണ്ട് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സ്കീമും ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ വരുന്ന നവംബർ 15 മുതൽ ഡിസംബർ 5 വരെ ഈറൻ ബൊനാൻസ ആയതുകൊണ്ട് മൂക്കുത്തി വാങ്ങിച്ചാൽ വേദന ഇല്ലാതെ കുത്തിത്തരും, അതും ഫ്രീ ആയിട്ട്. എന്നാ നീ ഒരെണ്ണം കുത്ത്, നമുക്ക് മറ്റേ കപ്പിൾ ടാറ്റോ കടിക്കുന്ന പോലെ കപ്പിൾ മൂക്കുത്തിട്ട് ഉണ്ടാക്കാം. ശരി അമ്മ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്. വർഷാവസാന ഷോപ്പിംഗ് ആഘോഷമാക്കാം ഇഷാരയ്ക്കൊപ്പം. വാർത്തകൾ തുടരുന്നു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം പദ്ധതിയിൽ കറവ പശുക്കൾക്ക് കാലിത്തീറ്റ സബ്സിഡി പദ്ധതിക്ക് തുടക്കമായി. വലപ്പാട് കാമധേനു ക്ഷീരസംഘത്തിൽ നടന്ന പരിപാടി വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത അഷിഖ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അർജിത്ത് അധ്യക്ഷനായി. ചടങ്ങിൽ പഞ്ചായത്ത് അംഗങ്ങളായ ഷൈൻ നെടിയിരിപ്പിൽ, ഇ പി അജയഘോഷ്, കെ കെ പ്രഹർഷൻ എന്നിവർ സംസാരിച്ചു. അനൂപ് പദ്ധതി വിശദീകരണം നടത്തി. കാമധേനു, കരയാമുട്ടം, വലപ്പാട് ബീച്ച് ക്ഷീരസംഘം പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഡയറക്ടർമാരും ചടങ്ങിൽ പങ്കെടുത്തു. നമ്മളിപ്പോൾ 2 ഘട്ടമായിട്ട് അല്ലെങ്കിൽ സബ്സിഡി നിരക്ക് 4 മാസങ്ങളിലായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്കത് നടപ്പിലാക്കാനായിട്ട് അങ്ങനെയല്ല പറ്റുക. കാരണം നമ്മൾ ഇത്തിരി കൂടുതൽ തുക വകയിരുത്തിയിട്ടുണ്ട്. 20 ലക്ഷം രൂപയാണ് പദ്ധതി തുക. നമ്മൾ 10 ലക്ഷം രൂപ ആളുകളുടെ വിഹിതവും അതുപോലെ തന്നെ പഞ്ചായത്തിലെ 10 ലക്ഷം രൂപ നമ്മൾ വെച്ചിട്ടുണ്ട്. 10 ലക്ഷം രൂപ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ചിലവഴിച്ചേ മതിയാവും. അതുകൊണ്ട് സാധാരണ രീതിയിൽ കണ്ടുവരാറുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ തീറ്റ ഇറക്കി വയ്ക്കുമ്പോൾ അത് വാങ്ങാത്തൊരു അവസ്ഥ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കണ്ടുവന്നിരുന്നു. പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിന് മണപ്പുറം ഫൗണ്ടേഷൻ ഒരു ലാപ്ടോപ്പും ഒരു പ്രൊജക്ടറും നൽകി. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. മണപ്പുറം ഫൗണ്ടേഷൻ CSR ഹെഡ് ശിൽപ ട്രീസ സെബാസ്റ്റ്യൻ പദ്ധതി നിർവഹണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, പ്രിൻസിപ്പൽ നിഷ ജെബി, അഞ്ജു റോസ് പോൾസൺ, PTA പ്രസിഡന്റ് PM മധുപാൽ, PTA വൈസ് പ്രസിഡന്റ് സുനിത ജയരാജൻ, ഹെഡ് മിസ്ട്രസ് CR ഗീത, സ്റ്റാഫ് സെക്രട്ടറി അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. ഇത്രയും വൃത്തിയുള്ള സ്കൂൾ, ഗവൺമെന്റ് സ്കൂൾ അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ വന്നു നോക്കിയപ്പോൾ ഞാൻ നമ്മുടെ ഡിവിഷൻ മെമ്പറോട് പറഞ്ഞു, ഇത്രയും ഭംഗിയിലുള്ള സ്കൂൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ചോദിച്ചു. കാരണം ഞങ്ങൾ പല സ്കൂളുകളിലും പോകാറുണ്ട്, പല ഓഫീസുകളിലും പോകാറുണ്ട്. അപ്പോൾ അവിടെ ചെന്നുണ്ടെങ്കിലും വളരെ ഭംഗി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ആ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഇതിനേക്കാളും ഭംഗിയുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ വിദ്യാർത്ഥികളുടെ മുന്നിലേക്ക് വന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി നോക്കുമ്പോൾ നിങ്ങളുടെ ആ സന്തോഷവും, നല്ല മക്കൾ, നല്ല സൗന്ദര്യത്തോടു കൂടിയുള്ള കുട്ടികൾ, നല്ല യൂണിഫോം, നമുക്ക് പ്രത്യേകം എടുത്ത് പറയാൻ 1-2 കാര്യങ്ങൾ പറയാം. നമുക്ക് ഗവൺമെൻറ് സ്കൂളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്ഥലമായിട്ടാണ് ആദ്യം കണക്കാക്കിയിരുന്നത്. അപ്പോൾ നമുക്ക് എയ്ഡഡ് സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾ നല്ല യൂണിഫോമൊക്കെ ഇട്ട് നല്ല വൃത്തിയോടു കൂടി പോകുമ്പോൾ ഈ ഗവൺമെൻറ് സ്കൂളുകളിലെ രക്ഷകർത്താക്കൾ അതുപോലെ കുട്ടികൾ വളരെ പ്രയാസത്തോടു കൂടി നിൽക്കുന്ന ആ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനേക്കാളും നല്ല വൃത്തിയിലും നല്ല ഡ്രസ്സിലും നല്ല യൂണിഫോമിലും വരുന്ന നിങ്ങളെ കാണുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. തളിക്കുളം AMUP സ്കൂൾ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയുള്ള പച്ചക്കറി സ്വയം പര്യാപ്തതയ്ക്ക് ഒരുങ്ങുന്നു. കുട്ടി കർഷകരെ വാർത്തെടുക്കുന്നതിനു വേണ്ടി വിദ്യാർത്ഥികൾക്ക് നാട്ടറിവുകൾ, നൂതന കൃഷിരീതികൾ എന്നിവ പഠിപ്പിക്കുന്നതിനു വേണ്ടി AMUP സ്കൂളിലെ കാർഷിക ക്ലബ്ബ് ഒരുങ്ങി. ഇതിനായി സ്കൂൾ കോമ്പൗണ്ടിൽ 10 സെന്റ് സ്ഥലത്ത് 45 കാർഷിക ക്ലബ്ബ് അംഗങ്ങൾ മണ്ണൊരുക്കി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. PTA പ്രസിഡന്റ് സുകന്യ ഉവീഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തളിക്കുളം കൃഷി ഓഫീസർ അഞ്ജന TR കാർഷിക ക്ലബ്ബ് അംഗങ്ങൾക്ക് മണ്ണ് പരിപാലനം, വിള പരിപാലനം എന്നീ വിഷയത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ആധുനിക കൃഷിരീതികളെക്കുറിച്ച് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ജിഷ ക്ലാസ് എടുത്തു. നാട്ടറിവുകളെക്കുറിച്ച് വാടനപ്പള്ളി, തളിക്കുളം പഞ്ചായത്തുകളിലെ കാർഷിക അവാർഡുകൾ നേടിയ IA ബാലൻ, സുജാത മനോജ്, സൈനുദ്ദീൻ RK, പീതാംബരൻ KV, അഹമ്മദ് കോയ, രുദ്രാണി ശങ്കരൻ, താഹ പണിക്ക വീട്ടിൽ, ഉമ്മുക്കുൽസു താഹ, ഉണ്ണികൃഷ്ണൻ KA, അമ്പിളി ഉണ്ണികൃഷ്ണൻ, ചിത്തിരൻ കാട്ടിൽപുരയ്ക്കൽ, സുജാത ചിത്തിരൻ, സലിത മധു, ജയൻ അയ്യാണ്ടി, വാസന്തി ജയൻ, ഷിൻസി, പ്രജില, പ്രസന്ന,
സജിത RH, സജീവ് PA എന്നിവർ കുട്ടി കർഷകരുമായി സംവദിച്ചു. സ്കൂൾ മാനേജർ KV സിജിത്ത്, HM ഇൻചാർജ് ആശ ടീച്ചർ, ഷിൻസി ടീച്ചർ, സുമയ്യ, അനീഷ, കിരൺ P ഗംഗാധരൻ, വിഷ്ണുപ്രിയ, ഋത്വിക് തുടങ്ങി അധ്യാപകരും ഫാത്തിമ, ഷിൻസി, ഉണ്ണികൃഷ്ണൻ, പ്രജിത, സബീന, വിചിത്ര വീരൻ CS, കാർഷിക ക്ലബ് കൺവീനർ ഷിൻസി ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. ഇറങ്ങിച്ചെന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. നമുക്കറിയാം, നമുക്ക് ഇപ്പോൾ വളരെ വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ കഴിക്കണമെങ്കിൽ നമ്മൾ വീടുകളിലോ അത് നമ്മുടെ സ്കൂളുകളിലോ ഒക്കെ ഉൽപ്പാദിപ്പിച്ചാലേ നമുക്ക് അതിനായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഓരോ ദിവസം ക്യാൻസറുകളുടെ എണ്ണമൊക്കെ കൂടി വരികയല്ലേ. അപ്പോൾ എല്ലാ എന്താ പറയുക ഗവേഷകരും പറയുന്നത് മനുഷ്യൻ പഴയതുപോലെ തന്നെ കൃഷി ചെയ്യണം. ഭൂമിയിലോട്ട് നമ്മുടെ പ്രാചീനമായിട്ടുള്ള കൃഷിമുറകളും അതുപോലെ തന്നെ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇതിനൊരു പരിഹാരമുള്ളൂ. യുവകലാസാഹിതി കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ പ്രഥമ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സ്മാരക പുരസ്കാരം പൊതുപ്രവർത്തക ആനി രാജയ്ക്ക് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്വാതന്ത്ര്യ സമര നേതാവ്, അൽ-അമീൻ പത്രാധിപർ, എഴുത്തുകാരൻ, കവി, പ്രഭാഷകൻ എന്നിങ്ങനെ ബഹുമുഖ പ്രതിഭയായിരുന്ന മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെ സ്മരണാർത്ഥം മതനിരപേക്ഷ പ്രവർത്തനങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ, സാഹിത്യ സാംസ്കാരിക പ്രവർത്തകർ എന്നിവർക്കായി ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരത്തിനാണ് ആനി രാജ അർഹയായത്. മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണകൂട കൂട്ടക്കുരുതിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ അവിടെ നേരിട്ടെത്തി ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ ജനപക്ഷത്തു നിന്നുകൊണ്ട് പ്രതികരിക്കുകയും സമരം ചെയ്യുകയും ചെയ്ത ദേശീയ നേതാവെന്ന നിലയിലാണ് യുവകലാസാഹിതി സംസ്ഥാന പ്രസിഡന്റ് ആലങ്കോട് ലീലാകൃഷ്ണൻ ചെയർമാനായ ജൂറി കമ്മിറ്റി ആനി രാജയെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും ഉൾക്കൊള്ളുന്ന പുരസ്കാരം ഡിസംബറിൽ നടക്കുന്ന മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് സ്മാരക സമ്മേളനത്തിൽ വെച്ച് ആനി രാജയ്ക്ക് സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. യുവകലാസാഹിതി സംസ്ഥാന പ്രസിഡന്റ് ആലങ്കോട് ലീലാകൃഷ്ണൻ, രക്ഷാധികാരി ET ടൈസൺ MLA, ജില്ലാ സെക്രട്ടറി സോമൻ താമരക്കുളം, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ER ജോഷി, കയ്പമംഗലം മണ്ഡലം സെക്രട്ടറി അരുൺജിത്ത് കാനപ്പിള്ളി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വാടാനപ്പള്ളി പഞ്ചായത്തിലെ തകർന്ന റോഡുകൾ ഉടൻ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി PK രാജൻ ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA മുസ്തഫ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് മണലൂർ ബ്ലോക്ക് പ്രസിഡന്റ് KS ദീപൻ മുഖ്യാതിഥിയായും മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് വിശിഷ്ടാതിഥിയായും പങ്കെടുത്തു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഗിൽസ തിലകൻ, രാജേഷ് വൈക്കാട്ടിൽ, AT അബ്ദുൾ റഫീഖ്, VC ഷീജ, CM ശിവപ്രസാദ്, IP പ്രഭാകരൻ, VK ഉസ്മാൻ, CM രഘുനാഥ്, PM അഹമ്മദ് ഉണ്ണി, PD ബെന്നി, സുനിൽ വാലത്ത് എന്നിവർ പ്രസംഗിച്ചു. ഈ ഗവൺമെന്റ് പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ വന്നതിന് ശേഷം, പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം ഇത്തരം പാവങ്ങളുടെ മരണം, ഇത്തരം സാധാരണക്കാർ ഈ രാജ്യത്ത് കൊല്ലപ്പെടുന്ന എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംശാദായം സ്വീകരിക്കുന്നതിന് തൃശൂർ ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ അദാലത്ത് നടത്തുന്നു. ഡിസംബർ 10 ചാഴൂർ, 13 കുറുക്കഞ്ചേരി, 17 മുരിയാട്, 19 ചേർപ്പ്, 21 പാറളം, 28 പൊയ്യയിലും അദാലത്ത് നടക്കും. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് അദാലത്ത് നടക്കുക. മുൻവർഷം അംശാദായം ഓൺലൈൻ മുഖേന അടയ്ക്കാത്ത അംഗങ്ങളുടെ രേഖകൾ അദാലത്തിന് വരുമ്പോൾ ഹാജരാക്കേണ്ടതാണെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിഞ്ഞനത്ത് വീട്ടമ്മ കുഴിമന്തി കഴിച്ച് വിഷബാധയേറ്റ് മരിച്ച സംഭവത്തിൽ ഹോട്ടൽ നടത്തിപ്പുകാർ അറസ്റ്റിലായി. തൃപ്രയാറിൽ സ്വകാര്യ ബസ് ഇടിച്ച് നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ താൽക്കാലിക കടയിലേക്ക് ഇടിച്ചുകയറി. സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ ശ്രദ്ധേയമായ ഇടപെടലാണ് ജനകീയ സംഗീതം നിർവഹിച്ചിട്ടുള്ളതെന്ന് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.